കാരക്കലേകം വ്ളോഗിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലാണ് നമ്മൾ റെസിപ്പി പറയുന്നത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയാലോ. ബൈ. ഉരുളി നന്നായി ചൂടായി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച്, നല്ല നെയ്യ്, പശുവിൻ നെയ്യ് ഒഴിച്ച്. പക്ഷേ നെയ്യ് ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട കേട്ടോ. ഞങ്ങൾ ഒഴിച്ച സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് തുളുമ്പിപ്പോയി. അതുകൊണ്ട് ഫസ്റ്റ് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ടത് ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിലേക്ക് തേങ്ങാപ്പാൽ, 2ാം പാല്, അതും കാരക്കയും ചെറിയുള്ളിയും, കുറച്ച് കുരുമുളക് പൊടിയല്ല, കുരുമുളകിൻ്റെ മണിയും കുരുമുളകും, കുറച്ച് ഉപ്പും, കുറച്ച് മഞ്ഞൾപ്പൊടിയും. കാരക്ക ഏകദേശം ഒരു 2 കിലോനൊക്കെ ഉണ്ടാവും. പിന്നെ അതിനനുസരിച്ച് ചെറിയുള്ളി. ഈ ഒരു കൂട്ടിലേക്ക് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നേ. എല്ലാം ഒരു സുമാറ് കണക്കിനാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കറുത്ത എള്ള് പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ലേഹ്യം വരിക എന്ന് പറയുന്നത് സിമ്പിൾ പരിപാടിയല്ല കേട്ടോ. 2 മണിക്കൂർ ഇത് കുക്കാവണം. ഇത് ചെറിയ തീയിലിട്ടിങ്ങനെ, ഒരുപാട് തീ ഉണ്ടാവാനും പാടില്ല, എന്നാൽ തീ കുറഞ്ഞു പോകാനും പാടില്ല. പിന്നെ 2 ആൾ വേണം. ഒരാൾ കൈ ഒഴിയുന്ന സമയത്ത് മറ്റേ ആൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എല്ലാം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മുത്താറി പൊടിച്ചത്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ചല്ല നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്, ഓരോന്നായിട്ടാണ്. ഒന്ന് ചേർത്ത് അത് നന്നായി മിക്സ് ആയതിന് ശേഷമാണ് മറ്റൊന്ന് ചേർക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്യാനും പാടാണ്, ഇതിൽ മിക്സ് ആവാനും ബുദ്ധിമുട്ടാണ്. മുത്താറി മിക്സ് ആയതിനു ശേഷം ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്തത്. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും ക്രഷ് ചെയ്തത്. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ചെറിയൊരു കടിയൊക്കെ കിട്ടുന്ന രീതിയിൽ വേണം ഇത് ക്രഷ് ചെയ്തെടുത്താൽ മതി, പൊടിക്കേണ്ട. ഇതിപ്പോൾ തേങ്ങാപ്പാൽ ഇതില്ലേ ഓറിയോ കേക്ക്, അതിന്റെ മിക്സ്, ശർക്കര വെള്ളം, നല്ല കാറ്റ്, മഴ. നല്ല കാറ്റ്, നല്ല കാറ്റ്. എനിക്ക് വേണോ കുഞ്ഞു പീസുകളാണ്. ഞാൻ നിങ്ങളോടൊക്കെ എനിക്ക് 2 കിട്ടിക്കേ. തേങ്ങയുടെ 1ാം പാലും ശർക്കരപ്പാനിയും കൽക്കണ്ടവും ചേർത്ത് ഇതിപ്പോൾ ഒരു ലൂസ് പരമായിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിന് കുറുകി വരണം, അതുവരെ മിക്സ്. നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇത് വിരിക്കുന്ന സമയത്ത്. പിന്നെ പുറത്തുനിന്നായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, കറണ്ട് പോയിട്ടുണ്ട്. ഇവിടെ വേഗം കറണ്ട് പോകട്ടും, ചെറുതായിട്ടൊന്ന് കാറ്റടിക്കുമ്പോൾക്ക് കറണ്ട് പോവും. പിന്നെ ഇതിന് മുമ്പ് പോയിട്ട് കഥൻ്റെ വീട്ടിൽ കൊണ്ടുപോയാണ് നട്ട്സൊക്കെ പൊടിച്ച് കൊണ്ടുപോകുന്നത്. ആണോ നമ്മളെ മിസ്റ്റർ ചെറിയ മാമി അങ്ങനെ വെള്ളം അടങ്ങി നല്ല കാറ്റ്. ഇവേ തങ്ങൾക്ക് ഇപ്പം തലയിലേക്കും ഇതില്ലേ കാരക്കലേഹല്ലുണ്ട്, വേറെ എന്താ കലേഹുണ്ട്? പല്ലുവേദന കടി വെക്കുന്നതാ. ഇവിടെ അല്ലേ
ഒരു മഞ്ഞ പൂവുള്ള വെള്ളം ഒഴിച്ച് ഇനിന്താ വെള്ളത്തിന്റെ ഐറ്റംസ് ഉണ്ടോ? ഇത് അറിയോ ശരിക്കും പറയാ മറ്റേ ബിസ്ക്കറ്റ് കുറച്ച് ഇത്ര നെല്ലിച്ചിട്ട് അതിന്റെ അതൊക്കെ പാലൊഴിച്ചാൽ പാല് ഓരോ ബിസ്ക്കറ്റ് ആച്ചോ പാലൊഴിച്ചാൽ കത്തുന്നതാ ഓരോ ബിസ്ക്കറ്റ് കുക്കിയെടുക്കാം. ഇപ്പം ചേർത്തിട്ടുള്ളത് അരി വറുത്ത് പൊടിച്ചതും ഏലക്കാപ്പൊടിയും. ഇതിലേക്ക് നിലക്കടല ക്രഷ് ചെയ്തതും അതേപോലെ കുറച്ച് കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്, കുറച്ചട ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഇട്ട് മിക്സ് ചെയ്യാൻ നമ്മൾ പറഞ്ഞത്. പിന്നെ ഇത് ഞങ്ങൾ തുടങ്ങിയത് മുതൽ ഇതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ, എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളിങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട്. എത്ര നേരമായി ഇളക്കുന്നു? 2 മണിക്കൂർ. കേൾക്കണതല്ല പ്രശ്നം, പോകുന്നതാ. കണ്ണ് കാണാൻ കണ്ണ് ബന്ധുക്കണോ നിർത്തിയൊക്കെ. നിങ്ങൾ നേരത്തെ എന്തെങ്കിലും ചെയ്ത് നോക്കിയാണോ? തോന്നുന്നു ചുമമ കയറിയെന്ന്. ഇന്നലെ 64 അങ്ങനെ നമ്മുടെ ലേഹ റെഡി ആയിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് വിട്ട് പോരുന്ന ഭാഗമാണ്. പിന്നെ ഒരു ഇത് കാണിച്ചെന്നല്ലോ, അതേപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് റെഡിയായി എന്നറിയൽ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ, അസ്സലാമു.